നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിനൊരു രഹസ്യ രൂപരേഖയുണ്ടാവുമോ എന്ന്? അതെ, യാഥാർത്ഥ്യത്തിന്റെ ഘടനയെ തന്നെ വരച്ചുകാട്ടുന്നു എന്നു പറയപ്പെടുന്ന വളരെ നിഗൂഢമായ ഒരു പുസ്തകത്തിലേക്കാണ് നമ്മൾ ഇന്നിറങ്ങിച്ചെല്ലുന്നത്. ഓ ഗുരുദേവ, ഞാനൊരു ജ്വാലയെ അറിയുന്നു. അതിൽ എണ്ണമറ്റ വേർപെടാത്ത തീപ്പൊരികൾ തിളങ്ങുന്നത് ഞാൻ കാണുന്നു. കേൾക്കുമ്പോൾ ഒരു കവിത പോലെയൊക്കെ തോന്നാമല്ലേ? പക്ഷേ ഇത് വെറുമൊരു കവിതയല്ല. ദ ടിബറ്റൻ എന്നറിയപ്പെടുന്ന ഒരാൾ ലോകത്തിന് നൽകിയ എ ട്രീറ്റസ് ഓൺ കോസ്മിക് ഫയർ എന്ന ആ ഗ്രന്ഥത്തിലേക്കുള്ള ഒരു താക്കോലാണിത്. അപ്പോ നമുക്ക് ആ അത്ഭുത ലോകത്തിന്റെ വാതിലൊന്ന് തുറന്നു നോക്കിയാലോ? അപ്പോ ഇത്രയും ഗഹനമായ ആശയങ്ങളുള്ള ഒരു പുസ്തകം നമ്മളെങ്ങനെയാ മനസ്സിലാക്കുക? ശരിക്കും അതിനൊരു വഴിയുണ്ട്. അതാണ് സമാനതയുടെ നിയമം, അല്ലെങ്കിൽ ലോ ഓഫ് കറസ്പോണ്ടൻസസ്. ലളിതമായിട്ട് പറഞ്ഞാൽ, ചെറുതിൽ വലുതിനെയും വലുതിൽ ചെറുതിനെയും കാണാൻ കഴിയുമെന്നുള്ളൊരു തത്വം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു തുള്ളി വെള്ളമെടുത്താൽ അതിൽ ആ കടലിന്റെ മുഴുവൻ സ്വഭാവം കാണില്ലേ? അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഈ പ്രപഞ്ചം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ആശയം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി, പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നമുക്ക് പറ്റും. അപ്പോ നമുക്ക് ഈ യാത്ര എവിടുന്ന് തുടങ്ങാം? നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? കാരണം ഈ പുരാതന സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഈ മഹാപ്രപഞ്ചത്തിന്റെ ഒരു കുഞ്ഞു പതിപ്പാണ്, ഒരു മൈക്രോകോസം. അപ്പോ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ്. ഒരു ആറ്റവും ഒരു മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടാവോ? ചിലപ്പോൾ ഇല്ലെന്ന് തോന്നും. പക്ഷേ ഈ സിദ്ധാന്തം പറയുന്നത് ഒരുപാടുണ്ട് എന്നാണ്. നോക്കൂ, രണ്ടിനും ഒരു ഗോളാകൃതിയുണ്ട്, ഒരു ആന്തരിക ഘടനയുണ്ട്, ഒരു ജീവതത്വം, പിന്നെ എപ്പോഴും ചലിച്ചോണ്ടിരിക്കുന്നു. ഇത് വെറുമൊരു ഉപമയല്ലാട്ടോ. ഒരേ പ്രപഞ്ച നിയമം ഏറ്റവും ചെറിയ തലത്തിലും നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ തലത്തിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ശരി, ഈ നിയമം ഒരാറ്റത്തിനും മനുഷ്യനും ഒരുപോലെയാണ് ബാധകമാകുന്നതെങ്കിൽ നമുക്ക് ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചാലോ? നമ്മളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഒരു സൂം ഔട്ട് ചെയ്യാം. ഇതേ നിയമങ്ങൾ തന്നെയാണോ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കുമൊക്കെ ബാധകമാകുന്നത്? ഈ ഗ്രന്ഥം പ്രപഞ്ചത്തെ കാണുന്നത് ജീവനില്ലാത്ത കുറെ വസ്തുക്കളുടെ ഒരു കൂട്ടമായിട്ടല്ല, നേരെ മറിച്ച് ഗ്രഹങ്ങളെ സ്വർഗീയ മനുഷ്യർ എന്ന് വിളിക്കുന്ന വലിയ ബോധമുള്ള ജീവികളായിട്ടാണ് കാണുന്നത്. അത്രമാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തെ മുഴുവനായി സോളാർ ലോഗോസ് എന്ന, അതായത് സൗരയൂഥത്തിന്റെ ആത്മാവ് എന്നു പറയാവുന്ന ഒരൊറ്റ മഹാജീവിയായിട്ടും ഇത് കാണുന്നു. അപ്പോ ഇതിന്റെ ഒരു ഘടന നോക്കിയാൽ അതൊരു ശൃംഖല പോലെയാണ്. അതിലെ ഏറ്റവും ചെറിയ കണ്ണിയാണ് നമ്മൾ, അതായത് സൂക്ഷ്മപ്രപഞ്ചം. പിന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഗ്രഹത്തിന്റെ ജീവൻ എന്ന വലിയ കണ്ണി. ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തിന്റെ ജീവൻ എന്ന അതിലും വലിയ കണ്ണി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ജീവനുള്ള, ശ്വാസമെടുക്കുന്ന പോലെയുള്ള ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ ഊർജം? അതിന് ശക്തി നൽകുന്നത് 3 അഗ്നികൾ എന്ന് വിശേഷിപ്പിക്കുന്ന 3 അടിസ്ഥാന ശക്തികളാണ്. ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന്റെ എഞ്ചിൻ എന്നു തന്നെ ഇവയെ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തേതാണ് വൈദ്യുത അഗ്നി. ഇത് ശുദ്ധമായ ആത്മാവിന്റെ, അല്ലെങ്കിൽ ജീവന്റെ ഉറവിടമാണ്. എല്ലാത്തിനും കാരണമായ ഇച്ഛാശക്തി, പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപുള്ള ആ ഒരു ആദിമ ഊർജമല്ലേ, അതാണ് ഈ വൈദ്യുത അഗ്നി. ഇനി രണ്ടാമത്തേത് സൗര അഗ്നി. ഇതാണ് മനസ്സിന്റെയും ബോധത്തിന്റെയും അഗ്നി. ആത്മാവിനെയും പദാർത്ഥത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണിത്. സ്നേഹവും ജ്ഞാനവുമാണ് ഇതിന്റെ പ്രധാന ഭാവങ്ങൾ. മൂന്നാമത്തേതാണ് ഘർഷണ അഗ്നി. ഇത് ദ്രവ്യത്തിൽ, അതായത് മാറ്ററിൽ ഒളിഞ്ഞിരിക്കുന്നൊരു ശക്തിയാണ്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ ഭൗതിക രൂപങ്ങളില്ലേ, ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് ഇതിൽ നിന്നാണ്. ഓരോ അണുവിലും ഈ അഗ്നി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 അഗ്നികളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആത്മാവാകുന്ന വൈദ്യുതാഗ്നിയും ദ്രവ്യമാകുന്ന ഘർഷണ അഗ്നിയും. ഈ 2 വിപരീതങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവയുടെ സംഗമത്തിന്റെ ഫലമായി ബോധമാകുന്ന സൗര അഗ്നി ജ്വലിച്ചുയരുന്നു. ഈയൊരു പ്രക്രിയയിലൂടെയാണ് ഈ പ്രപഞ്ചം രൂപം കൊള്ളുന്നതും അതുപോലെ നിലനിൽക്കുന്നതും. ഓക്കേ, ഇപ്പോൾ നമ്മൾ എത്തുന്നത് വളരെ നിർണായകമായൊരു ചോദ്യത്തിലേക്കാണ്. ഇത്രയും വലിയ സങ്കീർണമായ ഈ പ്രപഞ്ച നാടകത്തിന്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഈയൊരു വലിയ ചിത്രത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്ത് സ്ഥാനമാണുള്ളത്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇതെല്ലാം വെറുമൊരു യാദൃശ്ചികതയാണോ? അതോ ഏറ്റവും ചെറിയൊരാറ്റം മുതൽ ഏറ്റവും വലിയൊരു നക്ഷത്രം വരെയുള്ള ഈ മഹാപ്രപഞ്ച നൃത്തത്തിനു പിന്നിൽ എന്തെങ്കിലും ഒരു മഹത്തായ പദ്ധതിയുണ്ടോ?
ഈ ഗ്രന്ഥം നൽകുന്ന ഉത്തരം ഇതാണ്. പരിണാമമെന്ന് പറയുന്നത് ബോധത്തിന്റെ വികാസമാണ്. രൂപങ്ങളുടെ പരിമിതികളിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രമാക്കുക. ഓരോ ജീവനും അതിന്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു ചെല്ലുന്ന ഒരു യാത്രയാണിത്. ചുരുക്കി പറഞ്ഞാൽ, പ്രപഞ്ചം നമ്മളിലൂടെ സ്വയം അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മളെല്ലാം ഒരേ മഹാജീവന്റെ ഭാഗങ്ങളാണെങ്കിൽ സഹോദര്യമെന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ആദർശം മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായൊരു നിയമമാണ്. പരസ്പരമുള്ള സ്നേഹവും കരുണയുമൊക്കെ പ്രകൃതിയുടെ നിയമത്തോട് ചേർന്നു പോകുന്ന കാര്യങ്ങളാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിശകലനം അവസാനിപ്പിക്കാൻ ഇതിലും മികച്ചൊരു ഉദ്ധരണിയില്ലെന്ന് തോന്നുന്നു. രൂപങ്ങളെല്ലാം ഉണ്ടാകുന്നു, കുറച്ചുകാലം നിലനിൽക്കുന്നു, ഒടുവിലില്ലാതാകുന്നു. പക്ഷെ എല്ലാറ്റിനും അതീതമായി, അദൃശ്യമായി ജീവന്റെ അടിസ്ഥാന തത്വം എപ്പോഴും നിലനിൽക്കുന്നു. ഒരുപക്ഷെ ആ അദൃശ്യമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ വാതിലാണ് ഈ ഗ്രന്ഥം നമുക്ക് മുന്നിൽ തുറന്നുതരുന്നത്. ആ അന്വേഷണം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും